കാതറേ, കാതറേ, ശങ്കരൻ നേരെ എന്നെ കണ്ടിട്ട് ഒരുപാട് നാളായല്ലോ. കണ്ടിടത്തോളമൊക്കെ മതി. ഞാനൊന്നും അറിയില്ലെന്നാണ് നാം വിചാരിച്ചതല്ലേ? ഞാൻ ഈ വീട്ടിലേക്ക് കയറി വന്നിരുന്നത് എന്റെ വീടാണെന്ന് കരുതിയിട്ടാണ്. നമ്മൾ വെറും കൂട്ടുകാരായിരുന്നില്ലടാ, സഹോദരന്മാരായിരുന്നു. എനിക്കൊരു അപമാനം വന്നാൽ നിനക്കത് താങ്ങാൻ കഴിയില്ലെന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ എന്നെ അവമാനിക്കാൻ നീ കൂട്ടുനിന്നു. ശങ്കരൻ നായരെ, നിങ്ങൾ വിചാരിക്കും പോലെ അല്ല കാര്യങ്ങൾ നടന്നത്. ഞാൻ എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് ഇപ്പോ അത് മനസ്സിലാവില്ല. എനിക്ക് മനസ്സിലാക്കണ്ട. അന്ന് ഞാനിവിടെ വന്ന് എന്റെ മകളെ കണ്ടില്ലെന്ന് പറഞ്ഞപ്പോ നീ അവളെ അകത്തൊളിപ്പിച്ചിരുത്തിയിട്ട് ഒന്നും അറിയില്ലെന്ന് ഭാവിച്ചു. അവിടെ രജിസ്റ്റർമാരെ നിങ്ങൾ കൂട്ടുനിന്നു, താമസിക്കാനുള്ള സൗകര്യം കൊടുത്തു. ഇത്രയൊക്കെ ആയിട്ടും ഒരു വാക്കെങ്കിലും നിങ്ങളോട് പറഞ്ഞോ? അന്ന് അവരിവിടെ വന്നപ്പോ അവനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചിട്ട് നീ അവളെയും കൂട്ടി വീട്ടിലേക്ക് വന്നിരുന്നെങ്കിൽ അവർക്ക് നിശ്ചയിച്ചിരുന്ന വിവാഹം ഞാൻ നടത്തിയേനെ. ഇന്ന് എന്റെ മുഖത്താരും കാർക്കിച്ചു തുപ്പില്ലായിരുന്നു. എന്നോട് ചെയ്തത് വിശ്വാസവഞ്ചനായിരുന്നു നിനക്ക് പറയാൻ കഴിയൂടാ കാതറേ? നീയാണോടാ സ്നേഹിതൻ? ശങ്കരനായർ പറഞ്ഞത് ശരിയാണ്. അന്ന് ഞമ്മക്ക് ശങ്കരനായർ പറഞ്ഞ പോലെ ചെയ്യാമായിരുന്നു. പക്ഷേല് നിങ്ങളുടെ മോൾ ആന്റണിയും കൊണ്ട് ഇവിടെ വന്ന് കയറിയത് അവനെ കല്യാണം കഴിച്ചില്ലെങ്കിൽ കെട്ടിത്തൂങ്ങി സത്തുകളെന്നും പറഞ്ഞോണ്ടാ. നമ്മൾ അങ്ങനെ ചെയ്തോണ്ടാ ഇപ്പൊ നിങ്ങളുടെ മോള് ജീവനോടെ ഇരിക്കണത്. അവൾ അങ്ങനെ മരിച്ചിരുന്നെങ്കിൽ ആ ദുഃഖം അതോടെ തീർന്നേനെ. ഇപ്പൊ നിങ്ങളുടെ നാവോണ്ട് അങ്ങനെയൊക്കെ പറയാം. പക്ഷേല് കൽപ്പ് സമ്മതിക്കാം ശങ്കരനായരെ. അവളെ ഞാൻ എന്നെ പടിയടിച്ച് പിണ്ടം വെച്ചു. എന്നോട് നിങ്ങൾ ഈ ചതി ചെയ്തേന് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് വളർന്ന് നിൽക്കുന്നുണ്ടല്ലോ, അനുഭവിച്ചോളൂ. ഖാദറേ, എന്റെ വേദന ഒരച്ഛന്റെ വേദന അതെന്താണെന്ന് നീ അനുഭവിക്കും. നമ്മൾ തമ്മിലുള്ള ബന്ധം ഈ നിമിഷം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. സരളേ, പോയി മേലിട്ട് വരൂ. ചൊറിപ്പ തരാം, കൂട്ടാൻ തിളയ്ക്കുന്നതേ ഉള്ളൂ. എനിക്കൊരു ധൃതിയുമില്ല. എന്നാ 2 ദിവസം ഓട്ടോറിക്ഷ ഓടിച്ചാൽ കിട്ടുന്ന കാശുമായിട്ടാ വന്നിരിക്കുന്നത്. നീ ഇവിടെ ഒറ്റയ്ക്കായതുകൊണ്ടാ, അല്ലെ രാത്രി ഞാൻ ഓടിയനെ. വേണ്ട വേണ്ട, അങ്ങനെ ഇപ്പൊ എന്റെ പൊന്ന് മരിച്ച ജോലി ചെയ്യണ്ട. ഒരു ഭാര്യയല്ലേ ഉള്ളൂ, അവളെ പോറ്റാൻ ഇത് മതി. അതല്ല സർലേ, ഇന്ന് ഒരു കാർ വെക്കാൻ വന്നിരുന്നു. നല്ല ഒന്നാന്തര അംബാസഡർ വണ്ടി. കാശുണ്ടായിരുന്നത് വാങ്ങാമായിരുന്നു. നിന്റെ എല്ലാം കൂടെ എത്ര കാശുണ്ട്? ഒരു 2000 രൂപ ഉണ്ടാവും. അത് പോരല്ലോ. ഒരു 8000 രൂപ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ഓട്ടോറിക്ഷയും കൂടെ വിറ്റിട്ട് ആ വണ്ടി വാങ്ങായിരുന്നു. ആ ഓട്ടോ, ഇനിയും സമയമുണ്ടല്ലോ. ഇവിടെ ആരില്ലേ? നിങ്ങളാണോ ആന്റണി? അതെ. നിങ്ങളാണോ സരള? അതെ. നിങ്ങൾ രണ്ടുപേരും സ്റ്റേഷനിലേക്ക് വരണം. എന്തിനാണ് സാർ? അതൊക്കെ അവിടെ വന്നിട്ട് പറയാം. സാറ് വിളിച്ചാൽ ഞങ്ങൾ വരേണ്ടതാണ്. പക്ഷേ ഞങ്ങൾ ചെയ്ത കുറ്റം ഞങ്ങളോട് അറിഞ്ഞിരിക്കണ്ടേ? ഞാൻ പറഞ്ഞില്ലേ സാർ ഇവൻ വരില്ലെന്ന്. ഇവരിട്ട് 2 കൊടുത്ത് തൂക്കിയെടുത്ത് ജീപ്പിലിട്ട് കൊണ്ടുപോകണം സാർ. ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു തെണ്ടിയാണ് ഇവൻ. മിസ്റ്റർ സോമൻ, ഓട്ടോറിക്ഷ ഓടിക്കലാണ് എന്റെ ജോലി. അതൊരു അന്തസ്സായിട്ടാണ് ഞാൻ കാണുന്നത്. നിങ്ങൾ ഇപ്പൊ ചെയ്യുന്ന ഈ ജോലിയേക്കാൾ എത്രയോ ഭേദമാണ്. സാർ, BA പാസ്സായതിനു ശേഷം എനിക്കും SI സെലക്ഷൻ കിട്ടിയത്. കൈക്കൂലി കൊടുക്കാൻ കാശില്ലാത്തതുകൊണ്ട് സാർ ഇട്ടിരിക്കുന്ന യൂണിഫോം എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ യൂണിഫോം ഇട്ടിരിക്കുന്നത്. സാർ ഇരിക്കുന്നു. നിങ്ങൾ ഈ സ്ത്രീയെ കടത്തിക്കൊണ്ടുവന്നുവെന്ന് ഞങ്ങൾക്കൊരു പരാതി കിട്ടിയിട്ടുണ്ട്. എന്നെ ആരും കടത്തിക്കൊണ്ട് വന്നതല്ല സാർ, ഞാൻ ഇദ്ദേഹത്തിന്റെ കൂടെ ഇറങ്ങിപ്പോന്നതാണ്. ഇവളെന്റെ ഭാര്യയാണ് സാർ. വിവാഹം കഴിക്കാത്തൊരു സ്ത്രീയും പുരുഷനും ഒന്നിച്ച് താമസിക്കാൻ പാടില്ല. നിങ്ങൾക്ക് പറയാനുള്ളത് കോടതിയിൽ പറഞ്ഞാൽ മതി. സാർ, ഒരു മിനിറ്റ്. സാർ, ഇതാണ് ഞങ്ങളുടെ വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടുള്ള പ്രമാണം. ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ കോടതിയിൽ ഈ തെളിവ് മതിയാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മിസ്റ്റർ സോമൻ, നിങ്ങൾ പോലീസിനെ കളിപ്പിക്കായിരുന്നു. ഈ ഒരു വിവാഹം കഴിച്ചിട്ടെന്നല്ലേ പറഞ്ഞത്? നോൺസെൻസ്. ഐ എം സോറി മിസ്റ്റർ ആന്റണി. ഇറ്റ്സ് ഓൾ റൈറ്റ്. വരട്ടെ.
എന്റെ ചേട്ടൻ ഒരു വല്ലാത്ത മനുഷ്യനാണല്ലോ. നമ്മുടെ ജീവിതം തകർത്തേ അടങ്ങുമെന്നാണോ അയാളുടെ വാശി? നീ വാ. എന്താ പിന്നെ പാല് കൊണ്ടിന് എത്ര വൈകിയത്? ബാപ്പയ്ക്ക് പാലും കൊണ്ട് ആശുപത്രിയിൽ പോയിരുന്നു. ബാപ്പയ്ക്ക് എങ്ങനെയുണ്ട്? ഇന്നലത്തേക്കാൾ ഇത്തിരി കൂടുതലാ. ഇതാ. എന്തിനാണിത്? ഉമ്മ പറഞ്ഞു ഇത് വെച്ചിട്ട് 50 രൂപ തരാൻ. ബാപ്പയ്ക്ക് മരുന്ന് മേടിക്കാനാ. ആമിനിക്കാകെ ഇതല്ലേ ഉള്ളൂ. ഇത് കാതിലിടൂ. ഇപ്പൊ ഇവിടെ പണമില്ല. ബാങ്കിൽ പോയി രൂപ എടുത്ത് ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് തരാം. ശരി, ആമിനി വെക്കോളൂ. റഹീമിക്ക് ഉണ്ടോ ഇവിടെ? ഉണ്ട്. വേഗം ചെല്ല്. പോട്ടെ. എന്താ? ഞാൻ എന്റെ നോട്ട് വാങ്ങാൻ വന്നതാണ്. എന്തിനു വന്നെന്ന് ഞാൻ ചോദിച്ചില്ലല്ലോ. പെൺപിള്ളേരായാല് അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കണം. പ്രേമമാണെന്നും പറഞ്ഞു ഓടിച്ചാടി നടക്കരുത്. ഇവിടെ ആർക്കും ആരോടും പ്രേമമില്ല. ചേടാ, കുഴപ്പമായല്ലോ. എന്നെ പ്രേമിക്കാൻ ഒരു പെണ്ണിനെ ഉടനെ കണ്ടുപിടിക്കണമല്ലോ. ഈ പ്രായത്തിൽ ഒരു കോളേജ് ലെക്ചർക്ക് ഒരു ഡിമാൻഡ് ഇല്ലെന്ന് പറയുന്നത് കഷ്ടമല്ലേ? ആ, ഇന്നലെ ഒരു മൂപ്പിൽ മോളുടെ കല്യാണ ആലോചന ഇവിടെ കാര്യം വന്നു. മൂപ്പിൽസിനെ വലിയ ഇഷ്ടമാണ്. മോളെ കെട്ടി നോക്കിയാൽ അറിയാം അവൾക്ക് ഇഷ്ടമാണോ അല്ലയോ എന്ന്. പിന്നെ എന്നാ ഞാൻ കെട്ടുന്നില്ല. എന്റെ പൊന്നല്ലേ ഈ പാലൊന്ന് കാച്ചിയെടുക്ക്. ഞാനൊന്ന് ഡ്രസ് ചെയ്യട്ടെ. വേറെ ഈ പാലും കുടിച്ചോണ്ടാണോ ക്ലാസ്സിൽ പോകുന്നത്? ചോദ്യത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. എന്നെ വേഗം കെട്ടിക്കൊണ്ട് വാ, വല്ലതും ഉണ്ടാക്കി തരാന്നല്ലേ? ഹായ് സഫിയ, വാ വാ വാ. ദേ, ബാപ്പ വീട്ടിലുണ്ടോ? ഇല്ല, പള്ളിയിൽ എന്തോ കമ്മിറ്റി ഉണ്ടെന്ന് പറഞ്ഞു പോയിരിക്കുക. ആ, കൺഗ്രാജുലേഷൻ പറയാൻ മറന്നുപോയി. എന്തിനാടി? ആന്റണി ചേട്ടനെ ഇവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയന്റെ സെക്രട്ടറിയെ തെരഞ്ഞെടുത്തേന്. ഓ, അത് ശരി. അവരെല്ലാം കൂടെ നിർബന്ധിച്ചപ്പോ എനിക്ക് ഒഴിയാൻ പറ്റിയില്ല, അത്രേ ഉള്ളൂ. ഞാൻ പോയി കുളിച്ചിട്ട് വരാം. നീ വാ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. ഇരിക്കെ. സഫിയ, എന്റെ വീട്ടിലെ വിശേഷമെല്ലാം അറിയാമോ? ഇല്ല, ചേച്ചിയുടെ അച്ഛൻ അന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് പോയതിനു ശേഷം പിന്നെ അങ്ങോട്ട് വന്നിട്ടേ ഇല്ല. എനിക്ക് അച്ഛനും അമ്മയും ഒന്ന് കണ്ടാ കൊള്ളാമായിരുന്നു. ചേച്ചി വിഷമിക്കാതെ. ഈ വഴക്കും പിണക്കും ഒക്കെ ഇപ്പൊ തീരൂലേ? അച്ഛനും അമ്മയ്ക്കും മക്കളെ ഉപേക്ഷിക്കാൻ കഴിയുമോ ചേച്ചി? അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. ഉത്തിരിക്ക്. ആ, അല്ലാ, ഞമ്മള് മജീദിന്റെ വീട്ടുപണിയുടെ കണക്കൊന്ന് നോക്കുക. ഇപ്പൊ തന്നെ നമ്മൾ ഉദ്ദേശിച്ചാലും കൂടുതൽ കാശിലായിരിക്കണം. എത്ര കാശ് ചെലവായാലും ഒരു നല്ല വീടാണ്. പിന്നെ കാശിന് വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ തരാം. അലിയന്റെ ഉള്ളത് അവിടെ അങ്ങനെ തന്നെ വെച്ചേരെ, തുറണ്ട. അത് മജീദ് വരുമ്പോ അവന്റെ കയ്യിൽ തന്നെ കൊടുത്താൽ മതി. പിന്നെ വീട് പണിക്ക് കായന് ബുദ്ധിമുട്ടൊന്നുമില്ല. അവൻ ദുബായിൽ അയച്ച 30,000 ഡ്രാഫ്റ്റായിട്ട് ബാങ്കിൽ വന്ന് കിടക്കുകയാണ്. നമ്മളത് കൈയോട്ട് കൊണ്ടില്ല. വീട്ടിന്റെ പണി അടുത്ത മാസം തീരൂലേ? വീടിന്റെ പണി തീർന്നാലുടനെ അവൻ വരികയും ചെയ്യും. മജീദ് വന്നാല് ആ മാസം തന്നെ സഫിയ അവനായിട്ടുള്ള നിക്കാഹ് നടത്തണം. ആ, പിന്നല്ലാണ്ട് അതല്ലേ എന്റെ ശരി. ഇത്രയും നാളായിട്ട് ആന്റണി ഒന്ന് കണ്ടു കിട്ടാനും 2 കൊടുക്കാനും സാധിച്ചില്ലല്ലോടാ. നമ്മക്കൊന്ന് ചുറ്റാളിയാ.
അല്ലാതെ ഇവിടെ നിന്നുകൊണ്ട് അവനെ കിട്ടണമെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ശരിയാ, കേരള വണ്ടിയില്ലേ ഇന്നവനെ കണ്ടിട്ടുള്ളൂ കാര്യം. നല്ല തുണിയോ വാച്ചോ വളയോ ഞെക്കുമ്പോൾ ചീറ്റുന്ന അത്തറോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാൻ ചെയ്ത് നീ ചോദിച്ചാ അവൻ എന്ത് വേണേലും കൊണ്ടുവരും. എനിക്ക് ഒരുത്തന്റെയും ഒന്നും വേണ്ട. സഫിയ ഇത് എന്തായി പറയണേ? ആരെയാണ് ഒരുത്തനെന്ന് വിളിച്ചേ? മജീദിനെ മച്ചാലെന്ന് വിളിക്കാൻ എനിക്ക് കുറച്ചില്ല. പോരെങ്കി അന്നെ കെട്ടാമെന്ന് പ്രിയാപ്പിളയാ. ആ എന്നെ അയാൾ കെട്ടണ്ട. എനിക്ക് അയാളെ ഇഷ്ടമല്ല. ഇഷ്ടമല്ല എന്നിങ്ങനെ പറഞ്ഞോണ്ടിരുന്ന വേറെ വല്ലനെ അന്റെ മനസ്സിൽ കണ്ടിട്ടുണ്ടാ? പറയടി, അന്ന് മനസ്സിൽ ആരാ ഉള്ളെന്ന് ഞമ്മക്ക് ഇപ്പൊ അറിയണം. ഉമ്മ, എനിക്ക് ഈ വിവാഹം വേണ്ട. ഇതിനേക്കാൾ നല്ലത്
ഉമ്മയും ബാപ്പയും കൂടി എന്നെ കൊല്ലുന്നതാണ്. ഞാൻ ഞാൻ റഹീമയ്ക്ക് സ്നേഹിച്ചു പോയി. സഫിയ, അനക്കെന്റെ പിരാന്ന് പിടിച്ച റഹീം ആരാണെന്ന് എനിക്കറിയാവോ? അവന്റെ ഉമ്മ നമ്മുടെ വീട്ടിലെ വേലക്കാരിയായിരുന്നു. അവന്റെ ബാപ്പ കോഴിന്നുംകുട്ടി പൊന്നാനി പോയി തൊപ്പയിട്ട് ഇസ്ലാമായതാണ്. അങ്ങനെ കുടുംബം ഗോത്രവും ഇല്ലാത്ത ഒരുത്തനെ ഈ വീട്ടിൽ കയറ്റിയിരുത്തി നമ്മളെ പുയ്യാപ്പളാണ് വിളിക്കണമെന്നാണ് എനിക്ക് പറയണത്. ഉമ്മ, എനിക്കിഷ്ടപ്പെട്ട ഒരാളെയല്ലേ ഞാൻ കല്യാണം കഴിക്കേണ്ടത്? വേണ്ടടി, വേണ്ട. നമ്മുടെ ആരുടെയും കുടുംബത്തില് അങ്ങനെ ഒരു പെണ്ണിന്റെ നിൽക്കാൻ നടന്നിട്ടില്ല. ഇതൊന്നും എന്റെ ബാപ്പ അറിയണ്ട. അറിയാനും അന്ന് വെട്ടിക്കൊന്ന് മുറ്റത്ത് കുഴിച്ചു കൂടും. ഇത് പഠിക്കാനാണ് നമ്മൾ രമണിയെടുത്ത് പോയിട്ട് ഇതാണ് അവൻ നിന്നെ പഠിപ്പിച്ചല്ലേ? ഇതിന് പഠിക്കാൻ പോകണ്ട. റഹീമിനെ എന്റെ മനസ്സിനെ കൊണ്ട് മറന്നുകളാ. എന്റെ ബാപ്പാനി നമ്മുടെ തൊണ്ടക്കുഴിക്ക് ജീവൻ ഉണ്ടെങ്കിൽ മജീദിനെ കൊണ്ട് തന്നെ എന്നെ നിക്കാ കഴിപ്പിക്കും. എന്നോട് നമ്മൾ പറഞ്ഞില്ലേ കോളേജിലും ട്യൂഷനും ഒന്നും പോകണ്ടെന്നു? പഠിച്ചതൊക്കെ മതി. തന്റെ അസല് പഠിപ്പാ പഠിച്ചോണ്ട് വന്നിരിക്കുന്നത്. പുസ്തകം വെച്ചിട്ട് അടുക്കളയിൽ ഒന്നും ചോദ്യം ചെയ്യാൻ നോക്കും. വാ. ആയിഷ, ആയിഷ, സഫിയ കോളേജിൽ പോയോ? ഇനി വരാൻ പറ, ഞാൻ പോണ വഴി വിട്ടേക്കാം. അവൾ ഇനി കോളേജിലും ട്യൂഷനും ഒന്നും പോണില്ലെന്നാ പറയണേ. അതെന്താ? നിക്കാഹിന്റെ സമയം കാലമൊക്കെ അടുത്തില്ലേ? ഇനി എത്ര പഠിച്ചാലും അവിടെ മനസ്സിലൊന്നും കേറൂല. പരീക്ഷ കഴിഞ്ഞിട്ട് അവളുടെ പഠിത്തം നിർത്തിയാ മതിയായിരുന്നു. എന്തിന്? പഠിച്ച് പാസ്സായിട്ട് അവളെ നമ്മൾ വല്ല ജോലിക്കും വിടാൻ പോണോ? ഇക്കാക്കയ്ക്ക് അവളിനി പഠിക്കാൻ പോണേ ഇഷ്ടമല്ല. നിക്കാഹ് കഴിഞ്ഞാല് പുയ്യാപ്പിളിക്ക് ബന്ധുത ഉണ്ടാക്കി കൊടുക്കാൻ അവള് നമ്മുടെ കൂടെ അടുക്കളയിൽ നിന്ന് വല്ലതും ചെയ്യട്ടെ. ശരി, അങ്ങനെ ആയിക്കോട്ടെ. ആ, എന്താ സാറേ? സാറിനെ ഒന്ന് ട്യൂഷൻ ക്ലാസ്സിലും കണ്ടില്ല, കോളേജിലും വന്നില്ല. ഇരിക്കും. നീ ഇല്ലാത്തതുകൊണ്ട് ട്യൂഷന് ഒരു രസമില്ലായിരുന്നു. കോളേജിലാണെങ്കിൽ ഞാൻ ചത്തതുപോലെയായിരുന്നത്. ഈ പ്രേമം എന്ന് പറയുന്നത് ഒരു വല്ലാത്ത ഏർപ്പാടാണ് അല്ലെ? അല്ല, നീ എന്താ വല്ലാതെ? വല്ലവരോടും പിണങ്ങിയോ? എനിക്ക് പിണക്കം എന്നോട് തന്നെയാ. അത് വേണ്ട. കല്യാണം കഴിഞ്ഞിട്ട് നീ എന്നോട് പിണങ്ങിയാൽ മതി. പകല് പിണങ്ങണം, രാത്രിയിൽ ഇണങ്ങണം. റഹീമിക്ക, ഞാൻ എന്നോട് എല്ലാം തുറന്നു പറഞ്ഞു. എന്ത് പറഞ്ഞു? അവര് പറയുന്ന ആളിനെ എനിക്ക് ഇഷ്ടമല്ല, റഹീമിക്ക ഇഷ്ടമാണെന്ന്. ട്യൂഷനും കോളേജിലൊന്നും പോകണ്ടെന്ന് ഉമ്മ വിലക്കി. ഞാനിപ്പോ ഒളിച്ചു വന്നതാണ്. ദുബായിൽ നിന്ന് അയാൾ വരുന്നതിന് മുമ്പേ നമുക്ക് എന്തെങ്കിലും ചെയ്യണം. സരള ചേച്ചി ചെയ്തതുപോലെ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരാം. റഹീമിക്കയ്ക്ക് എന്നെ കൊണ്ടുപോയി രജിസ്റ്റർ വിവാഹം ചെയ്യാമോ? അത് വേണ്ട സഫ്യ. നമ്മുടെ കാര്യത്തിൽ അത്ര വലിയ പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല. നിന്റെ ബാപ്പ പിടിവാശിക്കാരനാണെങ്കിലും നല്ലവനാണ്. ഇപ്പൊ ഒന്നും പറയണ്ട, കുറെ കൂടി കഴിയട്ടെ. എന്നിട്ട് നമുക്ക് അദ്ദേഹത്തെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കാം. എന്റെ ബാപ്പ സമ്മതിക്കോ റഹീമിക്ക? തീർച്ചയായും. ആന്റണിയുടെയും സരളയുടെയും വിവാഹം അദ്ദേഹം നടത്തിക്കൊടുത്തില്ലേ? നീ ധൈര്യം